ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ പണം സമ്പാദിക്കാനുള്ള ഒരു 3 വഴികളാണ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ പറ്റുക എന്നുള്ള ഒരു വീഡിയോ ആണ്. 3 തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നമ്മുടെ അധ്വാനമൊന്നുമില്ലാതെ എങ്ങനെ നമുക്ക് പൈസ അല്ലെങ്കിൽ കാശ് കിട്ടും, മണി നമ്മളിലേക്ക് വന്ന് ചേരും ആണ്. 2 രീതിയാണ് അതിനകത്തുള്ളത്. ഒന്ന്, ലോട്ടറി എടുക്കുക. രണ്ടാമത്, എത്ര രൂപയാണോ വേണ്ടത് അത്രയും ആളുകളിൽ നിന്നും 1 രൂപ വാങ്ങിക്കുക. ഇതാണ് ആദ്യത്തെ മാർഗം. നമ്മളൊന്നും ചെയ്യുന്നില്ല, ലോട്ടറി എടുക്കുക, കാത്തിരിക്കുക. അപ്പോൾ അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്, ഉദാഹരണം, നിങ്ങൾക്ക് 1 കോടി രൂപയാണ് ആവശ്യം. അപ്പോൾ 1 കോടി ആൾക്കാരെ കണ്ട് ഓരോ രൂപ വെച്ച് വാങ്ങുക. നമ്മളതിനകത്ത് നിങ്ങൾ പ്രത്യേകിച്ച് അധ്വാനിക്കുന്നൊന്നുമില്ല, കിട്ടും. പക്ഷെ അത്രയും ആൾക്കാരെ കാണാനും ഇതിനുമുള്ള ഇത് പണം സമാഹരിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണത്. അത് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് 1 കോടി ആൾക്കാരെ കണ്ടിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാം. 10 ലക്ഷം ആൾക്കാരെ കണ്ടിട്ട് 10 രൂപ വെച്ച് വാങ്ങാം. അടുത്തത് എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിലോ നിങ്ങളുടെ ഫാമിലിയിലോ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറുടെയോ, സുഹൃത്താകാം, ഭാര്യയാകാം, ആരെങ്കിലും ആകാം. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഒരാളുടെ കയ്യിലോ കുറച്ചധികം കാശുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് വലിയൊരു ബിസിനസ് തുടങ്ങി അതിൽ നിന്നും കാശുണ്ടാക്കാം. അങ്ങനെ ചെയ്യണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. രണ്ടാമത്, നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല, നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്, അത് നന്നായി ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അയാൾ ഓൾറെഡി ബിസിനസ് ചെയ്ത് അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്, ലാഭം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഒരു ലാഭം നിങ്ങൾക്കും കിട്ടും. അപ്പോഴും നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഈ ഓരോ ഘട്ടത്തിലും ഒന്ന് നന്നായി അധ്വാനിക്കേണ്ടതും ഒന്ന് നന്നായി അധ്വാനിക്കേണ്ടാത്തതുമാണ്. ആദ്യം പറഞ്ഞാൽ, ഇതിനകത്ത് ലോട്ടറി എടുക്കും, നമ്മൾ അധ്വാനിക്കുന്നില്ല, വെറുതെ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷേ കിട്ടുമോ ഇല്ലയോ നമുക്കറിയില്ല. രണ്ടാമത്തത്, നമ്മൾ അത്രയും ആൾക്കാരെ കാണണം, നമ്മൾ അതിനുവേണ്ടി മെനക്കെടണം, അങ്ങനെയുള്ളൊരു ഇതാണ്. അത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ വഴിയിലുള്ളത്, നമ്മുടെ കയ്യിലെ കാശ് കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്തുണ്ടാക്കുന്നു. അതിൽ തന്നെ അടുത്ത ഭാഗമെന്ന് പറയുന്നത്, നമ്മൾ ബിസിനസ്സൊന്നും ചെയ്യുന്നില്ല, ബിസിനസ് ചെയ്യുന്ന ഒരാളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇനി അവസാനത്തെ വഴിയെന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, നിങ്ങൾക്ക് അറിയാവുന്നത് എന്താണോ, നിങ്ങൾ പഠിച്ചത് എന്താണോ, നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്താണോ, അത് വച്ചിട്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ ബിസിനസ് ചെയ്യുക, കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. അതിൻ്റെ അടുത്ത ഭാഗമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ബിസിനസ്സൊന്നും ചെയ്യാനറിയില്ല, അതിനുള്ള ഒരു മനഃശക്തി ഇല്ല, അങ്ങനെ ഒരു ഇതില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിന് കിട്ടുന്നൊരു ജോലിക്ക് പോവുക, ജോലി ചെയ്യുക, അതുകൊണ്ട് തൃപ്തിപ്പെടുക. ഇതാണ് കാശ് വരുന്ന 3 വഴികൾ. ഒന്ന്, നമ്മളൊന്നും അധ്വാനിക്കാതെ കിട്ടുന്നു. 2, നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ കൂടെയുള്ള ആളുടെയോ കാശ് കൊണ്ട് നമ്മൾ കാശുണ്ടാക്കുന്നു. 3, നമ്മുടെ കയ്യിൽ കാശൊന്നുമില്ല, പക്ഷേ അതിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ രീതിക്കാണ് നമ്മളിലേക്ക് കാശ് വരുന്നത്. നമ്മൾ ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുക. അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും.